PS World for യിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നൂലേട്ടിന് സെക്കൻഡ് പാർട്ട് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചടങ്ങ് തുടങ്ങല്ലേ. ശ്രീകുടി എന്നെ തൊട്ടടുത്ത് നിൽക്കുന്നു. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന ഡ്രസ്സ് നമ്മൾ മാറ്റിയിട്ടാണ് ചടങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം അച്ഛൻ്റെ അവിടെ കൊണ്ടുവന്ന എല്ലാം ഇട്ട് കൊടുത്ത് ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം വള ചടക്കൊക്കെ കെട്ടി സുന്ദരനാക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ ചുറ്റും നിന്ന് എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്നൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി ശേഷം പൂച്ചകല അടിയിൽ പോകും. അപ്പോൾ മേലെ കുത്തിയാലോ എന്ന് പറഞ്ഞിട്ട് അതിനെ ഫ്രണ്ടിലേക്ക് ആക്കിയ ശേഷം ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചരട് കെട്ടിക്കഴിഞ്ഞു. നമുക്ക് സുന്ദരനാക്കണം കേട്ടോ, കൺമഷിയൊക്കെ എഴുതിയിട്ട്. പിന്നെ അടുത്ത ചടങ്ങ് അതാണ്. ചരട് കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് കൺമഷിയൊക്കെ എഴുതുക. ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഡെയിലി കണ്ണെഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതെന്ന് വെച്ചാൽ അമ്പത്താറ് ചട കെട്ടി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് കുട്ടികൾക്ക് കൺമഷിയൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയ 28-ന് കഴിക്കാം. നമ്മൾ 56-നാണ് നൂല് കെട്ടിയത്. അപ്പോൾ ഇന്ന് മുതലാണ് നൂലെപ്പോഴാണ് കെട്ടിയത് അന്ന് മുതലാണ് നമുക്ക് കൺമഷിയൊക്കെ എഴുതി തുടങ്ങാം കേട്ടോ. ഇന്ന് മുതൽ കൺമഷി എഴുതുകയാണ്. കൺമഷി അങ്ങനെ ഇനി അടുത്തതായിട്ട് ആടയോപകരണങ്ങളൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. കരിവള ഇടുക, ഗോളിടുക, കാലിൽ തണ്ടയിടുക, അങ്ങനത്തെ ചടങ്ങ് കേട്ടോ. അടുത്തത് കരിവള ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ കൈ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടേ സെയിം ഡ്രസ് കോഡാണ് അന്ന് എടുത്തതെന്നുകൊണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ അത് ആ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ അവനെ തോളിൽ കിടത്തുമ്പോൾ അവൾ സൈലൻ്റ് ആവുന്നുണ്ട്. താഴെ കിടത്തിയാൽ കരയുക കേട്ടോ. ഇപ്പം തന്നെ കള്ളപ്പണിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. തോളിൽ കിടത്തിയാൽ അപ്പം കരച്ചിൽ നിർത്തുന്നുണ്ട്. അവൻ നിലത്ത് കിടത്തിയപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മുണ്ടാണ് കേട്ടോ. മുണ്ടെടുക്കുമ്പോൾ സ്റ്റിക്കർ മുണ്ടെടുക്കാൻ മറന്നുപോകും. പിന്നെ വേറൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ മുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മളിത് കൊടുത്തു കൊടുക്കുന്ന പോലെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹീറോയിനെ നമ്മൾ സുന്ദരനാക്കിയിട്ടുണ്ട്. ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തു. ഇപ്പോൾ കരച്ചിലേ ഇല്ല കേട്ടോ.
അതിനുശേഷം വള ഇട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ കരിവള മാത്രമേ ഇട്ടത്, നമുക്ക് ഗോൾഡിൻ്റെ വള ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി തന്നു. അപ്പോൾ 2 കയ്യിലും വളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ വിറക്കിയാട്ടോ. അവൻ കരയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വിറക്കിയായിരുന്നു. അതിനുശേഷം നമ്മൾ കൂട് കൊടുക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നാണ് നൂല് കിട്ടുന്നത് അത് നമ്മൾ ചടങ്ങിൽ കൂട് കൊടുക്കും. പിന്നെ 6 മാസത്തെ വരെ നമ്മൾ മുലപ്പാലാണെന്നത് ഇപ്പോൾ. പക്ഷെ നമ്മൾ ചടങ്ങിനെ തുടങ്ങി വെക്കുന്നത് ഒരു നല്ലൊരു ദിവസം നോക്കി തുടങ്ങണമല്ലോ. അതുകൊണ്ട് നമ്മൾ നൂലുകെട്ട് എന്നാണോ അന്നാണ് ഫസ്റ്റ് തേനും വയമ്പും കൊടുത്ത് അതിന് ശേഷം കൂട് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ചൂടുവെള്ളം വയ്ക്കും. അത് നന്നായി കഴുകി തോത്തിൽ തുടച്ച ശേഷമാണ് നമ്മൾ കൂട് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം പേര് വിളിക്കുകയാണ്. അപ്പോൾ ഏട്ടനോട് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വേണ്ട നീ വിളിക്കുകയെന്ന് പറയാണ്. അപ്പോൾ പേര് ഇവർ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പേര് തന്നെയാണ് വിളിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും അരിയും പൂവും കുറേ ഗിഫ്റ്റുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഡ്രസ്സുകളും ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൊടുത്തു. ലാസ്റ്റ് ആമീനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചാണ്. ആമി മാറി അതായത് കുട്ടിയുടെ ചേച്ചിയാണ് കേട്ടോ ആമി. അവരെ കളിയുടെ തിരക്കാണ്, അപ്പോൾ അതിൽ നിന്ന് പിടിച്ചിട്ടാണ് അവളെ ചെയ്യിപ്പിച്ചത്. ചടങ്ങ് കഴിഞ്ഞതും കുട്ടികളെല്ലാവരും കൂടി ഇതേ കളിയാണ് കേട്ടോ. ഇവിടെയുള്ളവരും അവിടെ നിന്ന് വന്നവരും എല്ലാവരും. ഇതൊന്നും എനിക്കറിയേണ്ടതുകൊണ്ട് ആൾ സുഖമായി ഉറങ്ങുന്നുണ്ട് ചടങ്ങ് കഴിഞ്ഞതും. ഇതാണ് അവരുടെ ഡ്രസ് കോഡ് റോസ്. ഇനി ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ചെറിയ വഴിയാണെന്ന്. അപ്പോൾ വണ്ടി റോഡിലാണ് നിർത്തിയത്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ റോഡിലേക്ക് നടന്നു പോയിട്ടോ. എല്ലാവരും കയറി അങ്ങനെ ഞങ്ങൾ പുതുപ്പുരിയാരത്തോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. എല്ലാവർക്കും നാരങ്ങ കലക്കി കൊടുത്ത് അവരെയൊക്കെ യാത്രയാക്കി ഞങ്ങളും ഫ്രീ ആയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.